എല്ലാവരുടെ കുടുംബങ്ങളിലും അനുഭവിക്കുന്ന വിവാഹപരമായിട്ടും സന്താനപരമായിട്ടുള്ളതായിട്ടുള്ള ദുരിതങ്ങൾ ഒരിക്കലും അതത് കർമ്മങ്ങളിലെ മാത്രം ബന്ധപ്പെട്ട് വരുന്നതല്ല. അത് മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, നമ്മളെല്ലാം കുറേ കാര്യങ്ങൾ ചെയ്തു, നല്ലത് ചെയ്തു, സത്പ്രവൃത്തികൾ ചെയ്തു, ഇതെന്താ മാറണില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സത്പ്രവൃത്തികൾക്ക് തത്തുല്യമായ, അതായത് പൂർവ്വകാലഘട്ടത്തിലെ ദുരിതങ്ങൾക്ക് തുല്യമായിട്ടുള്ള സത്പ്രവൃത്തികളായിരിക്കണം. അതൊരിക്കലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ക്ലേശതകളെയാണ് ശരിക്കും നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ചെറിയൊരു കാലയളവിലെ സത്കർമ്മങ്ങളെ കൊണ്ട് മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അത് സാധിക്കുന്ന വിഷയമല്ല. അത് എത്ര നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊരിക്കലും സാധിക്കില്ല. നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്താലും അതൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ സാമ്പത്തികമുള്ള ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ആപത്തുകളും സംഭവിക്കാതിരിക്കണ്ടേ? എത്രയോ വലിയ വലിയ ആളുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വലിപ്പം മനസ്സിലാക്കേണ്ടത്, ഈ ദുരിതങ്ങൾ അതിപുരാതന കാലഘട്ടം തൊട്ടേ ഉള്ളതായിട്ടുള്ള ക്ലേശതകളുടെ ദുരിതമാണ് ആ വർത്തമാന കാലഘട്ടത്തിൽ അവർ അനുഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വർത്തമാന കാലഘട്ടത്തിൽ ചെയ്യുന്ന ദുരിതങ്ങൾ നമ്മൾ പറയില്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു കെമിക്കൽ പ്രോസസ്സ് നടക്കണമെങ്കിൽ കാറ്റലിസ്റ്റ് ആഡ് എന്ന് പറയും. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയെ സഹായിക്കാവുന്ന ഒരു ശക്തി, നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അധികമായിട്ടുള്ള ദേവതകളുടെ ശക്തി. ഇപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ ജയിക്കാൻ കാരണം? കൃഷ്ണൻ്റെ ഉപദേശം ഉണ്ടായി. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ നമുക്ക് ആലോചിക്കാൻ വയ്യ, പക്ഷെ കൃഷ്ണൻ്റെ ഉപദേശം ഉണ്ടായി. അപ്പം അതുപോലെ ഈ നമ്മൾ പ്രവർത്തിക്കുന്ന ആ കർമ്മ ഗുണങ്ങൾക്ക് സഹായിക്കാവുന്ന മറ്റു ദേവതാശക്തികൾ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ, വടക്കുന്നാഥൻ്റെ, പാർവതി ദേവിയുടെ, അല്ലെങ്കിൽ ഭഗവതിയുടെ, കൊടുങ്ങല്ലൂരമ്മയുടെ, ഇങ്ങനെയുള്ളതായിട്ട് സാത്വികമായിട്ടുള്ള ആ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഏത് വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കുക. ചില ദേവതകൾക്ക് നമ്മുടേതായിട്ടുള്ള അവസ്ഥ കൊണ്ട്, അടുപ്പം കൊണ്ട് അവർക്ക് ചിലപ്പോൾ നമ്മൾ നിത്യേന ഭജിക്കണം എന്നാവാം, ചിലപ്പോൾ 2 നേരം ഭജിക്കണം എന്നാവാം, ചിലപ്പോൾ വീട്ടിലുപാധി വെച്ച് ഭജിക്കണം എന്നാവാം, ചിലപ്പോൾ അതുമല്ലാതെ നമ്മൾ ബിംബം വെച്ച് നിത്യം നേദ്യം കൊടുത്ത് പ്രാർത്ഥിക്കണം എന്നാവാം, ചിലപ്പോൾ അഭിഷേകം ചെയ്തതാവാം, ചിലപ്പോൾ നേദ്യങ്ങൾ വീട്ടിലുണ്ടാക്കാവുന്ന നേദ്യങ്ങളാവും. നേദ്യങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വേവിച്ചതാവാം, ചിലപ്പോൾ അത് പഞ്ചാമൃതം പോലെയാവാം. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള വ്യത്യസ്തതകൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ദേവതകളെ ഭജിക്കാൻ. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൃത്യമായിട്ട് ഭജിക്കാൻ, ഇതൊക്കെ അതിൻ്റെ ഒരു വളരെ എന്താ പറയുക, വളരെ വലിയ രീതിയിലുള്ള ഭജനാ സമ്പ്രദായങ്ങളാണ് പറഞ്ഞത്. ഇനി അല്ല, നമുക്കൊരു ദേവനോട്, ഇപ്പോൾ ഗുരുവായൂരപ്പനോട് നമുക്ക് എന്താ പ്രിയത്വം? അതൊരു ഉണ്ണിക്കണ്ണനായിട്ടാണ് നമ്മളിന്നും ഭജിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തും മനസ്സിൽ തോന്നുന്ന എന്ത് ചെറിയ കാര്യങ്ങളും, ഇപ്പം നാളൊരു വ്യക്തി വന്ന് പറഞ്ഞു പോയി, അദ്ദേഹം വളരെ നിസ്സാരം വീട്ടിലുണ്ടാകാവുന്ന ഭക്ഷണം അപ്പോൾ വെച്ച് കൊടുക്കുന്നു. അപ്പം അങ്ങനെ എന്ത് രീതിയിൽ ഭജിക്കണം നോക്കി കൃത്യമായിട്ടുള്ള ആ ഭജന, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ആ ഭജന കൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പം ഈ രീതിയിലൂടെ ദുരിത പ്രായശ്ചിത്തം കൂടെ വരുമ്പോൾ ഉറപ്പായിട്ടും ഉദ്ദേശിച്ച കാര്യം നമുക്കിവിടെ ലക്ഷ്യമാവും, അല്ലെങ്കിൽ സംഭവിച്ചിരിക്കും.